ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ മുട്ട പപ്സിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് ഇപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇതാ കണ്ടോ, ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂല, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോവരുത്. ഇപ്പതാ മാവിനെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാനിപ്പോ ഒരു ചട്ടി എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഒരു 3 സവാള കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സവാളയെ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പതാ സവാള നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കണം. ഞാനിപ്പോ 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കണത്. ഇനി തക്കാളിയും കൂടെ നല്ല പോലെ ഇതിലേക്ക് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി എത്രത്തോളം അലിഞ്ഞു ചേരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പൊ തക്കാളി ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇപ്പതാ മുട്ട റോസ്റ്റിക്കുള്ള മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കാം. മുട്ട ഒന്നായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നടുകെ കട്ട് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. ഞാനിപ്പോ നടുകെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോ പപ്സിലേക്കുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചു വെച്ച മാവിനെ നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്ത മാവിനെ 4 ആയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ 4 ആയിട്ട് മുറിച്ചെടുത്ത ഓരോ ഭാഗത്തിനെയും ഞാൻ അല്പം സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും മുട്ടയും ഒക്കെ വെച്ചു കൊടുക്കാം. കുറേശ്ശെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ കോണോട് കോണായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടുവശത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പരസ്പരം ഒട്ടി നിൽക്കാനും വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോ പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിന്റെ അകത്തേക്ക് ഞാനിപ്പോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പപ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്സ് ഇടുമ്പോ തീ ലോ ഫ്ലെയിമിലേക്ക് കുറക്കണം കേട്ടോ, അല്ലെങ്കിൽ പപ്സ് കരിഞ്ഞു പോവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് കുക്കർ അടച്ചു കൊടുക്കുക. കുക്കർ അടക്കുമ്പോ അതിന്റെ വിസിലൊന്നും മൂരിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. പിന്നെ വിസില് വരാനും വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് വിസില് കളഞ്ഞിട്ട് കുക്കർ തുറക്കുക. എന്നിട്ട് തിരിച്ചിട്ടും കൊടുക്കുക. എന്നിട്ട് ആ സൈഡും ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. രണ്ടാമത്തെ സൈഡും ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വിസില് കളഞ്ഞിട്ട് പപ്സിനെ ഉടനെ തന്നെ അതിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റണം കേട്ടോ. കണ്ടോ, അങ്ങനെ ഇപ്പൊ നമ്മുടെ കിടിലൻ ഹോം മെയ്ഡ് പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.